ഭൂമിയുടെ മുഴുവൻ ചരിത്രവും പരിശോധിക്കുകയാണെങ്കിൽ നിരവധി ഐസേജ് കാലഘട്ടങ്ങൾ അഥവാ ഹിമയുഗങ്ങൾ ഉണ്ടായിരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ തണുത്ത ഘട്ടങ്ങളിൽ ഭൂമിയുടെ ശരാശരി താപനില സാധാരണ നിലയേക്കാൾ 5 ഡിഗ്രി സെൽഷ്യസ് താഴുകയും ധ്രുവപ്രദേശങ്ങൾ പൂർണ്ണമായി ഐസ് കൊണ്ട് മൂടുകയും ചെയ്തിരുന്നു. ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കഠിനമേറിയ തണുപ്പുള്ള ഐസേജ് കാലഘട്ടം ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ചു എന്നാണ് പറയുന്നത്. കിലോമീറ്ററുകളോളം നീണ്ടുകിടന്നിരുന്ന കട്ടിയുള്ള ഐസ് പാളികൾ ഉരുകിയതോടെയാണ് ഐസേജ് കാലഘട്ടത്തിന് അന്ത്യം കുറിച്ചത്. എന്നാൽ ഇത്തരത്തിലുള്ള മഞ്ഞുയുഗങ്ങൾക്കുള്ള കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഭൂമിയുടെ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റമാകാം ഐസേജിന് കാരണമെന്ന് ചില ഗവേഷകർ വിശ്വസിക്കുന്നു. അതല്ലെങ്കിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിലുണ്ടാകുന്ന മാറ്റമാകാമെന്നും കുറച്ചു ചിലർ പറയുന്നു. അതുമല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന ചൂടിന്റെ അളവ് കുറയുന്നതുകൊണ്ടും ഇത്തരത്തിലുള്ള ഐസേജുകൾ ഉണ്ടാകുമെന്നും ചില സിദ്ധാന്തങ്ങൾ പറയുന്നു. ഇതൊന്നുമല്ലാതെ ഒരു കോൺസ്പിറസി എന്താണെന്ന് വെച്ചാൽ ഐസേജ് യുഗത്തിന് മുമ്പ് ഭൂഖണ്ഡങ്ങളുടെ സ്ഥാനം മാറിയിരിക്കാമെന്നും ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്കുള്ള ചൂടിന്റെയോ ഹ്യൂമിഡിറ്റിയുടെയോ ഫ്ലോ തടയുന്നതിന് വേണ്ടിയും ആ ഭാഗത്ത് മഞ്ഞുപാളികൾ ഉണ്ടായേക്കാം എന്നും പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ്. ഭൂമിയുടെ മുഴുവൻ ചരിത്രവും പരിശോധിക്കുകയാണെങ്കിൽ നിരവധി ഐസേജ് കാലഘട്ടങ്ങൾ അഥവാ ഹിമയുഗങ്ങൾ